ഇനി നമുക്ക് വിദേശ വാർത്തകളിലേക്ക് ഒന്ന് പോകാനുണ്ട്. വളരെ അത്യാവശ്യമായ ഒന്നുണ്ട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദി അറേബ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സൗദി കിരീടാവകാശിയുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറയുന്നത്. എന്തായാലും മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അവിടുന്ന് ഫ്ലൈറ്റ് കയറിയോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം വിമാനത്തിൽ കയറിയിരിക്കുകയാണ്. സൈനിക വിമാനത്തിലാണ് സൗദിയിലേക്ക് പോയിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോൾ സൗദിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചർച്ചകൾക്കായിട്ടാണ് ഈ അമേരിക്കൻ സംഘത്തെ നയിക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ യുക്രൈൻ എന്ത് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് അമേരിക്കയ്ക്ക് അറിയേണ്ടതെന്നാണ് ഈ യാത്ര തിരിക്കും മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവേ മാർക്കോ റൂബിയോ പറഞ്ഞത്. ജിദ്ദയിൽ നടക്കുന്ന ചർച്ചകൾ എസ്കെനെ വളരെ നിർണായകമാണ് യുക്രൈനെ സംബന്ധിച്ച്. കാരണം ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സെലൻസ്കിയുടെ ഈ വൈറ്റ് ഹൗസ് ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിനെ തുടർന്ന് കടുത്ത നടപടികൾ അമേരിക്ക യുക്രൈനെതിരെ എടുത്തിരുന്നു. യുക്രൈനുള്ള സൈനിക സഹായം അമേരിക്ക പിൻവലിച്ചു. നിർണായക ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്നത് കഴിഞ്ഞ ദിവസം നിർത്തുകയും ചെയ്തു. ഇതിൽ മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് മാർക്കോ റൂബിയോ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത്. എസ്കനെ അതേസമയം സൗദി രാജകുമാരനുമായിട്ട് ഇന്നലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചകളൊക്കെ വളരെ ഫലപ്രദമായിരുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റിന് വേണ്ടി അവരുടെ ഓഫീസ് അറിയിക്കുകയുണ്ടായി. ചർച്ചകൾ പ്രധാനമായിട്ടും ഈ റഷ്യയുമായുള്ള ഒരു സമാധാന ഒത്തുതീർപ്പിൽ യുക്രൈനുള്ള ഭാവിയിലുള്ള സുരക്ഷാ ഉറപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നുവെന്നാണ് സെലൻസ്കി പറയുന്നത്. തുടർന്ന് നടക്കുന്ന ചർച്ചകളിൽ പ്രായോഗികമായുള്ള ഫലം പ്രതീക്ഷിക്കുന്നതായിട്ടും സെലൻസ്കി പറയുകയുണ്ടായി. എസ് കെ. ഓക്കെ മധു കൊട്ടാരക്കര, മറ്റൊരു കാര്യം, ഈ ട്രംപിൻ്റെ ഓരോരോ നികുതിയുടെ പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം അമേരിക്കൻ ഓഹരി വിപണി വല്ലാതെ തകർന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. എന്താണ് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്? എസ്കനെ, ഇന്നത്തെ വലിയ വാർത്തയാണ് അത്. വലിയ തകർച്ചയാണ് ഇന്ന് അമേരിക്കൻ ഓഹരി വിപണിയിൽ കാണുവാൻ സാധിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ നികുതി പ്രഖ്യാപനങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിന് ഇടയാക്കുമെന്നുള്ള ഒരു ആശങ്ക പരക്കെയുണ്ട്. അത് വിപണിയിൽ അതിപ്പോൾ പ്രതിഫലിച്ചിരിക്കുകയാണ്. 2022 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് ഇന്ന് നാസ്ഡാക്കിൽ രേഖപ്പെടുത്തിയത്. സെയിൽസ് ഒക്കെ അവസാനിക്കുമ്പോൾ നാസ്ഡാക്ക് ഏതാണ്ട് 4% ഇടിവാണ് കാണിച്ചത്. അതുപോലെ S&P 500 സൂചികയിൽ 2.7% ഇടിവും, അതുപോലെ ഡൗ ജോൺസ് 2.1% ഇടിഞ്ഞു. ടെസ്ല ഓഹരികളിലൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 15.4 ടെസ്ലയുടെ ഓഹരികളിൽ സംഭവിച്ച ഇടിവ്. അതുപോലെ ചിപ്പ് നിർമ്മാതാക്കൾ NVIDIAയിൽ അവർക്ക് 5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ പ്രധാന ടെക് കമ്പനികൾ മെറ്റ, ആൽഫബറ്റ്, ആമസോൺ എന്നിവയുടെ എല്ലാം ഓഹരികൾ ഇടിഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നൽകുകയോ അല്ലെങ്കിൽ അത് തള്ളിക്കളയുകയോ ചെയ്യാതിരുന്നതാണ് ഈ വിപണിയിൽ ഇത്ര വലിയ ആശങ്കകൾക്കിടയാക്കിയത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരു ഗവൺമെന്റ് മാറി വരുമ്പോൾ മറ്റൊരു ഗവൺമെന്റ് വരുന്ന ആ ട്രാൻസിഷൻ പീരീഡിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അഭിമുഖത്തിൽ പറഞ്ഞത്. എസ് കെ. താങ്ക് യു മധു കൊട്ടാരക്കര.